തിരുവനന്തപുരം ബാലരാമപുരത്ത് വ്യാപക മോഷണം. സർക്കാർ ഓഫീസുകളും ഷോപ്പുകളും കേന്ദ്രീകരിച്ചാണ് കവർച്ച. വില്ലേജ് ഓഫീസ് കുത്തിത്തുറന്ന് ലാപ്ടോപ്പുകളും സമീപത്തെ കടയിൽ നിന്ന് പണവും കവർന്നു. പ്രദേശത്ത് സാമൂഹ്യവിരുദ്ധരുടെ ശല്യം കൂടുന്നുവെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബി മോഹൻ പറഞ്ഞു. ഇവിടെ ഈ വില്ലേജ് ഓഫീസിന്റെ വാതില് പൊളിച്ചകത്ത് കയറി 3 ലാപ്ടോപ്പുകളാണ് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയത്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് നമ്മൾ ആയുർവേദ ആശുപത്രി തൊട്ടടുത്തുണ്ട്. ഗേറ്റ് ചാടിക്കിടന്ന് അതിന്റെ ഗ്രില്ലെല്ലാം അടിച്ചു പൊട്ടിച്ച് അതിനകത്ത് കയറി ഒരു മോഷണ ശ്രമം നടത്തിയിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് ബ്ലോക്ക് നഴ്സറിയുടെ ഓഫീസുണ്ട്. അതിനകത്ത് കയറി അവിടെ ഇങ്ങനെ ചെടിയൊക്കെ വിറ്റ് വെച്ചിരുന്ന ആ പണം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ തന്നെ ഈ തൊട്ടടുത്ത ഒരു തനിമയുടെ ഓഫീസിലുണ്ട്. അവിടെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. അവിടെ വാതിലൊക്കെ തുറന്ന് ഈ ജനലൊക്കെ തുറന്ന് കിടപ്പുണ്ട്. അവിടെ ഇനി മോഷണം സംബന്ധിച്ച് പരിശോധിക്കേണ്ടി വരും. നൽകും വിശദാംശങ്ങൾ അരുൺ സോളമൻ. വീടുകൾ മാത്രമല്ല, വില്ലേജ് ഓഫീസും ആശുപത്രി അടക്കം എല്ലായിടത്തും ഈ മോഷണ പരമ്പര നടക്കുന്നുണ്ട്. വലിയ ശല്യമാണെന്ന് പറയുന്നു അല്ലേ? ശ്രുതി, നഗരം ഒരു ഫെസ്റ്റിവൽ മോഡിലേക്ക് മാറുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു മോഷണം ബാലരാമപുരത്ത് നടന്നിരിക്കുന്നത്. തൊട്ടടുത്ത് വിഴിഞ്ഞം തുറമുഖമുണ്ട്. ഈ ഭാഗങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം സാധാരണഗതിയിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള വി മോഹനൻ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇത് സംബന്ധിച്ച് ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഇന്നലെ രാത്രി അർദ്ധരാത്രിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു മോഷണം നടന്നിരിക്കുന്നത്. അത് ഒരു സ്ഥലത്ത് മാത്രമല്ല, ഈ ഭാഗത്ത് പ്രധാനമായിട്ടും ഗവൺമെന്റിന്റെ ധാരാളം ഓഫീസുകളുണ്ട്, സ്വകാര്യ ഷോപ്പുകളുണ്ട്. ഇതിലെല്ലാം തന്നെ ഈ സംഘം ഒരാളല്ല എന്തായാലും ഈ മോഷണം നടത്തി എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലാണ് പോലീസും എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം ഇവർ ഈ മോഷണം നടത്തിയിരിക്കുന്നത് ഒന്ന് വില്ലേജ് ഓഫീസിലാണ്. വില്ലേജ് ഓഫീസിലെ 3 ലാപ്ടോപ്പുകൾ ഈ വന്ന സംഘം കവർച്ച നടത്തി കൊണ്ടുപോയിരിക്കുന്നു. മറ്റ് രേഖകൾ എന്തെങ്കിലും ഈ വില്ലേജ് ഓഫീസിൽ നിന്ന് കളവ് പോയിട്ടുണ്ടോ എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസിന് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ ഈ വില്ലേജ് ഓഫീസിലെ പരിശോധന തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തൊട്ടടുത്തുള്ളത് ഒരു ആയുർവേദ ആശുപത്രിയും മറ്റൊന്ന് ഈ കൃഷിഭവന്റെ ഒരു നഴ്സറിയുമാണ്. ഈ 2 സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ സമാനമായ രീതിയിൽ വാതിലുകൾ കുത്തി തുറന്ന് അകത്ത് കയറാനുള്ള ശ്രമം നടത്തി. കൃഷിഭവനിൽ നിന്ന് കുറച്ച് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും പോലീസിന്റെ അന്വേഷണം എന്തായാലും CCTV അടക്കമുള്ള നിരീക്ഷിച്ചുകൊണ്ടാണ് എന്തായാലും മുന്നോട്ട് പോകുന്നത്. ഇതുവരെയും ഇത് സംബന്ധിച്ച് ആരെയും പിടികൂടാനായിട്ട് സാധിച്ചിട്ടില്ല. നേരത്തെ ഈ ഭാഗത്ത് ധാരാളം ലഹരി സംഘങ്ങൾ ഈ പ്രവർത്തിച്ചു വരുന്നതായിട്ട് പോലീസിനും അതുപോലെ തന്നെ എക്സൈസ് വകുപ്പിനൊക്കെ മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ചില സംഘങ്ങളെയൊക്കെ പിടികൂടിയിരുന്നു. പക്ഷേ ഇവർ മോഷണവുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസിന് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ലഹരി സംഘങ്ങളെയും നോട്ടമിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ തിരുവനന്തപുരം കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള കഴക്കൂട്ടം, ബാലരാമപുരം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു മേഖല കൂടിയാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങൾ ധാരാളം പ്രവർത്തിക്കുന്ന മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയുണ്ട്. ഇനി മറ്റ് വീടുകളിലേക്ക് ഈ മോഷണത്തിന്റെ ഒരു വ്യാപ്തി മുന്നോട്ട് പോകുമോ എന്നുള്ള ആശങ്ക പ്രദേശത്തെ ജനങ്ങൾക്ക് കൂടിയുണ്ട്. എന്തായാലും പോലീസ് അന്വേഷണം വളരെ ഊർജിതമാക്കി മുന്നോട്ട് പോയിരിക്കുകയാണ് ശ്രുതി.